ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 8 വീടുകളായിട്ടാണ് ഞങ്ങൾ ഇത്തവണ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. 8 തരം 8 ടൈപ്പിലുള്ള 8 വീടുകൾ. അപ്പോൾ നമുക്കത് കാണാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് വരുന്നത്. ഒറ്റ ഗേറ്റാണ് 8 വീടിനും. ഇതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന 8 വീടുകളുടെ കോമ്പൗണ്ട്. 4 വീട് ഈ സൈഡിലും പെട്ടെന്ന് കിടക്കുന്ന 4 ഇവിടെ നമുക്ക് 4 കാണാൻ സാധിക്കും. ഇതാണ് പൊളിക്കുന്ന 4. അപ്പോൾ നമുക്ക് 8 വീടുകളും കാണാം. ഓരോ ദിവസം ഓരോ എപ്പിസോഡായിട്ട് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് അടുത്തടുത്ത വീടുകളിൽ താമസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ അങ്ങനത്തെ ഒരു ബെറ്റർ ഓപ്ഷനാണ് ഞങ്ങൾ ഈ കാണിക്കാൻ പോകുന്ന 8 വീടുകൾ. കാരണം 8ഉം ഒറ്റ കോമ്പൗണ്ടിലാണ്, അടുത്തടുത്ത വീടുകളാണ്. നല്ല ഭംഗിയുള്ള അന്തരീക്ഷവും ഭയങ്കര എന്താ പറയുക, ഒരു സൗണ്ട് ഒന്നുമില്ല, അതിന് അടിപൊളി നോയിസ് ക്യാൻസലേഷനുള്ള വീടുകളാണ് എന്ന് ഞങ്ങൾക്ക് പറയാം. അങ്ങനത്തെ വീടുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീട് നോക്കാം. വാ. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗേറ്റിൽ നിന്ന് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡിലെ ഫസ്റ്റ് വീടാണ്. 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK ഹോമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശവും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്യാം. മെയിനായിട്ട് കാർ പാർക്കിംഗ് ഉദ്ദേശിക്കുന്നത് ഈ സൈഡിലായിട്ടാണ്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അടിപൊളി ഒരു പാർക്കിംഗ് ഉണ്ട്. കവേർഡ് അല്ല, നമുക്ക് കവേർഡ് എടുക്കാൻ സാധിക്കും. അങ്ങനെ അടിപൊളി സ്ഥലങ്ങൾ കാണാം. പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ ഡോറ്. അത്യാവശ്യം നല്ല രണ്ട് ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ഹാൻഡിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് വിസിറ്റിംഗ് ഹോളായിട്ട് വരുന്നത്. അപ്പോൾ വിസിറ്റിംഗ് ഹാളിൽ തന്നെ നമുക്ക് TV യൂണിറ്റ് കാണാൻ സാധിക്കും. നല്ലൊരു അടിപൊളി ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്ക്വയർ പാറ്റേണിലാണ് നമുക്കിവിടെ സീലിംഗ് വരുന്നത്. അവിടെ നേരെ കടക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഡൈനിങ് ഹോള് ഇവിടെ കാണാൻ സാധിക്കും. അതും വിശാലമായിട്ടുള്ള ഡൈനിങ് ഹോളാണ്. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു സ്ക്വയർ ഡിസൈനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ കാണാൻ സാധിക്കും. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ. സെറ എന്ന ബ്രാൻഡിൻ്റെ വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് കിച്ചൺ കാണാൻ സാധിക്കും. ഓപ്പൺ കിച്ചൺ എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം പാത്രങ്ങളും സാധനങ്ങളും വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്ക്വയർ ഡിസൈനിലാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സെറ ബ്രാൻഡിൻ്റെ ടാപ്സാണ് നമുക്ക് ഗ്യാരണ്ടിയുള്ള ടാപ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു വർക്ക് ഏരിയ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നല്ല അത്യാവശ്യം ഗ്യാപ്പുണ്ട്, അവിടെ നല്ലൊരു ഗ്യാപ്പുണ്ട്. അങ്ങനെ നല്ല വിശാലമായിട്ടുള്ള സാധനം തന്നെ കാണാൻ സാധിക്കും. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മുടെ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഇവിടെയും ചെറിയൊരു സ്ക്വയർ ട്രയാങ്കിൾ എന്നുള്ള രീതിയിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് 1, 2, 3 വിൻഡോസ് കാണാം. അതിൽ ഒരെണ്ണം 3 ഡോറും 2 സിംഗിൾ ഡോറുമാണ്. അതുപോലെ ബെഡ് സ്വിച്ച് വരുന്നത് ഈ സൈഡിലായിട്ടാണ്, കോർണറിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വാർഡ്രോബ് കാണാൻ സാധിക്കും. വാർഡ്രോബും അടിപൊളി, മൊത്തം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി. ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഡ്രസ്സിങ് യൂണിറ്റ് അല്ല, മേക്കപ്പ് ആ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നതാണ്. ഇവിടെ നമുക്കൊരു 80% വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ചേക്കുന്നത് എന്താ പറയുക, വീണ്ടും സെറ ബ്രാൻഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതും വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ അങ്ങനെയുള്ള സംഭവം തിരിച്ച് ചെയ്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് ഒരു സ്ക്വയർ ഡിസൈനിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അതിനോട് താഴത്തായിട്ട് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഇൻവെർട്ടർ വയ്ക്കാം. അതിനൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അടഞ്ഞ് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് മേളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു വുഡൻ ടൈപ്പിലുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്ക്വയർ ഡിസൈനാണ് കംപ്ലീറ്റ്. അപ്പോൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക്
നമ്മുടെ ബാൽക്കണി വരുന്നത്. അടിപൊളി ബാൽക്കണി, നല്ല അടിപൊളി സ്പേസാണ്. അതായത് ഗ്ലാസ് കിട്ടിയിട്ടുള്ള അടിപൊളി സ്പേസ്. ഇവിടെ നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാം. സീലിംഗ് മൊത്തം ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അവിടുത്തെ ബെഡ് സ്വിച്ച് വരുന്നത് ഇവിടെയാണ്, കോർണറിലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ റൂമിന് 2 വിൻഡോസ് വരുന്നുണ്ട്, രണ്ടും 3 ഡോർ തന്നെയാണ്. അതുപോലെ സീലിംഗ് ഇവിടെ സ്ക്വയർ ഡിസൈനിൽ ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു 3 ഡോർ വാർഡ്രോബ് ഇവിടെയും ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വാർഡ്രോബ് തന്നെയാണ്. ഇതും മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് നമുക്ക് ചേർന്നായിട്ട് ഇവിടുത്തെ ബാത്റൂം കാണാം. ബാത്റൂമും അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ്, സിംഗിൾ ബാത്റൂമാണ്. അപ്പോൾ ഫസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡായിട്ട് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കാണാം. അതുപോലെ അടുത്ത ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. 3ാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് ബെഡ്റൂം. ഇതും അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു 3 ഡോറിൻ്റെ വിൻഡോ ഒരു സൈഡിലുണ്ട്. അതുപോലെ സിംഗിൾ ഡോറിൻ്റെ 2 വിൻഡോസും ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ബെഡ് സ്വിച്ച് വരുന്നത് വീണ്ടും കോർണർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് ഉണ്ട്. അത് 2 ഡോർ വാർഡ്രോബും ഒരു ഡോർ ഒരു മേക്കപ്പ് ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മിററൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്കൊരു ബാത്റൂം വരുന്നത്. ബാത്റൂം വീണ്ടും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ അങ്ങനെ തിരിച്ചിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെ ക്ലോസറ്റും അതുപോലെ വാഷ് ബേസിനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു റൂമിൻ്റെ വലിപ്പത്തിൽ തന്നെയുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ, അതും നല്ല അടിപൊളി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റൊക്കെ കടന്നു വരാൻ പാകത്തിനുള്ള ഡിസൈൻ. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ളൊരു സ്പേസ്, അതായത് പ്ലഗ്, ടാപ്പ്, അതിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ജസ്റ്റ് അധികം സ്പേസ് കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ കാണാൻ സാധിക്കും. കാരണം ചെറിയൊരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും വാർക്കയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, മെറ്റലൊന്നുമല്ല, ഇരുമ്പിലില്ല. അതുകൊണ്ട് അത് അടിപൊളിയായിട്ടുണ്ട്. ഈ വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. നമുക്കിവിടെ അടുത്തായിട്ട് വരുന്നത് ആലുവാണ്. ആലുവക്ക് 10 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ പെരുമ്പാവൂർ ഒരു 14 കിലോമീറ്റർ. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷൻ 10-12 കിലോമീറ്ററുകളിൽ വരുന്നുണ്ട്, ഏകദേശം 10 കിലോമീറ്റർ. അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും 20 കിലോമീറ്ററാണ് വരുന്നത്. അങ്ങനെ നമ്മളൊരു എല്ലാത്തിൻ്റെയും സർക്കിളായിട്ട് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ആലുവ, എടപ്പള്ളി എല്ലാത്തിൻ്റെയും സെൻട്രലായിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീട് ഇതുപോലത്തെ ആണെങ്കിൽ ഈ വീട് വാങ്ങാൻ വേണ്ടി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. ഈ വീടിന് വരുന്ന വില 47 lakhs ആണ്. അപ്പോൾ മറ്റൊരു വീട് വരുന്നവരെ ബൈ.